ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജപ്പാൻ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചിക്കൻ റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഉള്ളിയും തക്കാളിയൊന്നും വാട്ടി ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ കഴുകി എടുത്തിട്ടുള്ള ചിക്കനാണ്. ഇതുപോലെ കുറച്ച് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 4 സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പോലെ തന്നെ ഒരു കാൽ കപ്പ് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം. നമ്മൾ മൈദ എത്രയാണോ എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ നമ്മൾ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. വൈറ്റ് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നല്ലതുപോലെ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 2 സ്പൂണ് വെള്ളമൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ കഴുകി എടുത്തിട്ടുള്ള ആ വെള്ളം തന്നെ മതി നമുക്ക് ഈ മസാല ഇതിൽ പിടിച്ച് കിട്ടാൻ. അപ്പോൾ ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മൈദ എത്രയാണോ എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ നമ്മൾ കോൺഫ്ലവർ പൊടി എടുക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഞാനിതിൽ വെള്ളം ചേർത്തിട്ടില്ല, നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കണം, നമ്മൾ വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ ഓരോ ചിക്കൻ പീസ് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇതിലേക്കൊരു സോസ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ സോസിലേക്ക് നമ്മൾ പാൽ വെച്ചിട്ടാണ് സോസ് റെഡിയാക്കുന്നത്. അപ്പോൾ പാൽ പിരിഞ്ഞിട്ട് പോവും വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കന് നല്ലതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. പിന്നെ നമ്മൾ എല്ലില്ലാത്ത പീസ് ചിക്കനാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്ത ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്ത ചിക്കൻ ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ചിക്കനും കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അണ്ടിപ്പരിപ്പ് നമ്മുടെ ഈ റെസിപ്പിയിൽ നിർബന്ധമാണ്, ഇതൊരു സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഇതുപോലെ നല്ലതുപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സോസ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് ബട്ടറും നിർബന്ധമാണ്. ബട്ടർ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, ബട്ടർ നിർബന്ധമാണ്. അപ്പോൾ നമുക്കിനി ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ബട്ടറിൽ ഇത് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ചിക്കൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബട്ടർ മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കിതുപോലെ വെളുത്തുള്ളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം കുറച്ച് തന്നെ ഇരുന്നോട്ടെ വെളുത്തുള്ളി. നല്ലതുപോലെ തന്നെ നമുക്കിതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അരിമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 മുളക് ചതച്ചെടുത്തിട്ടാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകാണെങ്കിലും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ച് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3 കപ്പ് പാലൊക്കെ ഒഴിച്ച് കൊടുത്തോളൂ. ഞാനിപ്പോൾ ഇത് ഗ്രേവി ഇല്ലാതെയാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പാൽ ഇങ്ങനെ നല്ലതുപോലെ തന്നെ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൽ നല്ലതുപോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ പാല് നല്ലതുപോലെ തന്നെ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കന് ഒരു 5 മിനിറ്റ് ഈ പാലിൻ്റെ മിക്സ് കടന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വെന്തിട്ട് വരണം. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊരു 5 മിനിറ്റ് ഇതിലങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ അങ്ങ് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. ഒരുപാട് നേരമൊന്നും നമ്മൾ അടച്ച് വെച്ചിട്ട് മാറി നിൽക്കരുത്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ചിക്കനായി കിടന്ന് നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഗ്രേവി പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഗ്രേവിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാല് ചേർക്കുമ്പോൾ 2 കപ്പ് ചേർത്ത് കൊടുത്ത് 3 കപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ അത് നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഒരു 2 മിനിറ്റും കൂടെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ജപ്പാൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് വിളമ്പാം. നമുക്ക് എന്തിൻ്റെ കൂടെയാണ് നമ്മളിത് കഴിക്കണമെന്ന് വെച്ചാൽ നമുക്കിനി ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.